മികച്ച മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പല വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പരിചമുട്ട് നടക്കുന്നുണ്ടൊപ്പം കേരള നടനം തുടരുന്നുണ്ട്. കലോത്സവ നഗരിയിൽ നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിജോ, കലാമത്സരങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി എത്ര മത്സരങ്ങളുടെ ഫലം വരാനുണ്ട്? അവസാന ഘട്ടത്തിലെ പോയിന്റ് നില എങ്ങനെയാണ്? രേഷ്മ, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 4-ാം തീയതി രാവിലെ ആരംഭിച്ച കലോത്സവം ഇതിപ്പോൾ ഇന്ന് ഉച്ചയോടടുത്ത സമയം എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആവേശമാണ് കാണാൻ കഴിയുന്നത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ പോയിന്റ് നിലയിൽ നിലവിൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടെ പിടിച്ച ലീഡ് ഇപ്പോഴും തുടരുകയാണ്. 906 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് കോഴിക്കോട് തന്നെ തുടരുന്നു. തൊട്ടു പിന്നാലെ കണ്ണൂരുണ്ട്. 902 പോയിന്റാണ്. ഇന്ന് 10 ഇനങ്ങളിലാണ് മത്സരം നടക്കേണ്ടിയിരുന്നത്. അതിൽ 9 എണ്ണം ആദ്യ ബലം കൂടെയാണ് ഇനി അറിയേണ്ടത്. അതായത് ഒരെണ്ണത്തിന്റെ ബലം വന്നിരിക്കുന്നു. ഇനി 9 എണ്ണത്തിനോട് ബലം വരുന്നു. കഴിഞ്ഞ തവണയത്തൊക്കെ പോലെ നേരിയ വ്യത്യാസത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തവണ കപ്പ് ഉയർത്താൻ കോഴിക്കോടിന് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൊല്ലത്ത് ഇപ്പോൾ സമയം 12:30 മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസത്തിന്റെ വൈകുന്നേരത്ത് എങ്ങനെയായിരുന്നോ തിരക്ക്, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ ആശ്രാമം മൈതാനിയിൽ കാണാൻ കഴിയുന്നത്. അതായത് പലരും ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. പക്ഷേ രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. വേദിയാണെങ്കിലും സദസ്സ് നിറഞ്ഞിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അതിനു പുറമെ ഏക്കർ കണക്കിനുള്ള ആശ്രാമം മൈതാനിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജനനിബിഡമായിരിക്കുകയാണ്. ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര താരം മമ്മൂട്ടി കൂടി എത്തുന്നതോടുകൂടെ ഇവിടുത്തെ ജനത്തിരക്ക് എത്തരത്തിലായിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയില്ല. കാര്യം പല ആളുകളും വിളിച്ചന്വേഷിക്കുന്നുണ്ട് മമ്മൂട്ടി എപ്പോഴാണ് എത്തുന്നതെന്ന്. കാര്യം അതുപോലെ ആ സമാപന സമ്മേളനത്തിൽ എത്തുന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെ ആയിരിക്കും. കൊല്ലത്തേക്ക് 15 വർഷത്തേക്ക് ശേഷം വിരുന്നു വന്നിരിക്കുന്ന ആ കൗമാര കലാമേളയെ ഇരു കൈയും കെട്ടി തുറന്ന മനസ്സോടുകൂടെയാണ് കൊല്ലം കലോത്സവം നൽകുന്ന ചില നല്ല കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ നിറഞ്ഞു കവിഞ്ഞ വേദി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഈ കലോത്സവത്തിന് സമാപനമാകുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ചോദ്യം അടുത്ത കലോത്സവം ഇനി എവിടെയാകുമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു വലിയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പല ആളുകളും, പല ജില്ലക്കാരും പല മന്ത്രിമാരും ഒക്കെ ആതിഥേയത്വം ചോദിച്ച് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കലോത്സവം എവിടെയാകുമെന്നുള്ള പ്രഖ്യാപനം ഇന്നത്തെ സമാപന ചടങ്ങിൽ ഉണ്ടാകുമോ? ഏതൊക്കെ ജില്ലകൾക്കാണ് സാധ്യതയുള്ളത്? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാറുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു. അവിടെ നിന്നും തെക്കൻ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ പോകുമ്പോൾ അടുത്തൊരു മധ്യകേരളം കേന്ദ്രീകരിച്ച് എവിടെയെങ്കിലും ആയിരിക്കാം വേദി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. കാരണം ഇനിയിപ്പോൾ അടുത്ത 1 വർഷം 2 വർഷം കൂടെയാണ് മന്ത്രിസഭ ഉള്ളത്. അപ്പോൾ തങ്ങളുടെ ജില്ലയിലേക്ക്, മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്, തങ്ങളുടെ ജില്ലയിലേക്ക് കലോത്സവം എത്തിക്കുക എന്നുള്ളത് ഈ ഒരു സംഘാടനം കൂടെ കഴിഞ്ഞപ്പോൾ പല മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെ ആയിരിക്കണം. അപ്പോൾ എത്രയും അടുത്ത കലോത്സവത്തിന് വേണ്ടി നിരവധി ജില്ലകളാണ് ഇപ്പോൾ തന്നെ അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. കോഴിക്കോട് തന്നെ ഇപ്പോൾ 15 വർഷത്തിന് ശേഷമാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ടേൺ അനുസരിച്ചായിരിക്കുമോ ഇത്തവണ പോവുക? അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മലബാറിൽ നടന്നു, ഇത്തവണ തെക്കൻ കേരളത്തിലേക്ക് വന്നു. ഒരുപക്ഷെ മധ്യ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയ്ക്കായിരിക്കാം ഇത്തവണ പ്രാതിനിധ്യം അടുത്ത തവണത്തേക്കുള്ള ഒരു അവസരം നൽകുക എന്നുള്ള കാര്യമാണ്. വൈകുന്നേരത്തോടുകൂടി അതിലൊരു പക്ഷേ നമുക്കൊരു അന്തിമ തീരുമാനത്തിലെത്താൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അറിയാൻ കഴിയുമെന്നാണ് രേഷ്മ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങൾ കൂടുതൽ ജനകീയമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആശ്രമ മൈതാനത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. വലിയ ജനത്തിരക്ക് അവസാന ദിനവും വേദിയിൽ ഉണ്ട്. ഇനി സമാപന സമ്മേളനമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ കലോത്സവ നഗരിയിലേക്ക്, സമാപന ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക്, ആശ്രമ മൈതാനത്തേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് ലിജോ റോളൻസ് പറയുന്നത്. അവസാന നിമിഷങ്ങളിലും സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. 1-ാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയാണ്, 2-ാം സ്ഥാനത്ത് കണ്ണൂരാണ്, 3-ാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ്.
പോയിന്റ് പരിശോധിച്ചാൽ 906 പോയിന്റുമായി കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. കണ്ണൂർ 902 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ്. പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനത്തുണ്ട്. 898 പോയിന്റാണ് പാലക്കാട് ജില്ലയുടെ സമ്പാദ്യം. തൃശ്ശൂരാണ് തൊട്ടുപിറകിലുള്ളത്. 880 പോയിന്റാണ് തൃശ്ശൂർ നേടുന്നത്. മലപ്പുറം ജില്ല 5-ാം സ്ഥാനത്തുണ്ട്. 868 പോയിന്റ്. കൊല്ലമാണ് ആതിഥേയരായ കൊല്ലം 6-ാം സ്ഥാനത്ത് 867 പോയിന്റ് നേടിയുണ്ട്. എറണാകുളം ജില്ലയാണ് 7-ാമതുള്ളത്. 856 പോയിന്റ്.